പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തിനെയും നാഥായ നയിക്കും. Thank you.
നാഥായി നീക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിൽ വളർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലതിനെയും നാഥായി നീക്കും. സഹോദരൻ, നിങ്ങൾ ഇതിന് ശ്രദ്ധയോടെ ശ്രദ്ധിക്കും. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 4, വാക്യങ്ങൾ 13 മുതൽ 21 വരെ. ഇസ്രായേൽ സമൂഹം മുഴുവൻ അറിവില്ലായ്മ മൂലം പാപം ചെയ്യുകയും കർത്താവ് വിലക്കിയിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കുറ്റക്കാരാവുകയും അക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. എന്നാൽ തങ്ങളുടെ പാപത്തെക്കുറിച്ച് അറിയുമ്പോൾ പാപപരിഹാര ബലിക്കായി സമൂഹം മുഴുവൻ ഒരു കാളക്കുട്ടിയെ കാഴ്ചവെക്കുകയും അതിനെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരികയും വേണം. സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് കാളക്കുട്ടിയുടെ തലയിൽ കൈകൾ വയ്ക്കണം. അതിനെ അവിടുത്തെ മുൻപിൽ വെച്ച് കൊല്ലണം. അഭിഷിക്തനായ പുരോഹിതൻ കാളക്കുട്ടിയുടെ കൂടെ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. അവൻ രക്തത്തിൽ നിറം മുക്കി കർത്താവിന്റെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുൻപിൽ 7 പ്രാവശ്യം കളിക്കണം. കുറെ രക്തമെടുത്ത് സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ സന്നിധിയിലുള്ള ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. ബാക്കി രക്തം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ദഹന ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം. അതിന്റെ മേധസ് മുഴുവനും എടുത്ത് ബലിപീഠത്തിൽ വെച്ച് ധരിപ്പിക്കണം. പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടി എന്ന പോലെ ഈ കാളക്കുട്ടിയെയും ധരിപ്പിക്കണം. അങ്ങനെ അവർക്ക് വേണ്ടി പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും. അനന്തരം കാളയെ കൂടാരത്തിന്റെ വെളിയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ ധരിപ്പിച്ചതുപോലെ ധരിപ്പിക്കണം. ഇത് സമൂഹത്തിന് വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ്. നേരിൽ കണ്ടല്ലോ കർത്താവിൻ തിരുധനകാരൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ.
അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിച്ചു. അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അവിശ്വനായ ദൈവത്തിന്റെ പ്രത്യേകവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദികാലമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെ അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിന്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനിയായി. എന്തെന്നാൽ അവനിൽ സർവ്വസമ്പൂർണ്ണതയും നിവസിക്കണമെന്നും ദൈവം തീരുമാനിച്ചായി. പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനഹൂമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ നിൽക്കുവാൻ സ്ഥലം തികയാത്തതിലും നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ട നിമിത്തം അവനെ അടുത്തെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ട് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമത്തിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കുവാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഏതാണ് എളുപ്പം? തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപം ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുകയും പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലെയൊന്നും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആത്മാർത്ഥതയുടെ വിശ്വാസത്തിൽ ദൈവിക ഇടപെടലുണ്ടാകും. ഈശോമിശിഹായെ സ്നേഹമുള്ള മാതാപിതാക്കളെ, മതാധ്യാപകരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസം ആത്മാർത്ഥതയുടെ നിറവിൽ നിന്നായിരിക്കണം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇതാ പ്രവേശിക്കുമ്പോൾ
അത് പാലസ്തീനായ്ക്ക് പുറത്തുള്ള വിജാതീയ ക്രൈസ്തവർക്ക് വേണ്ടി എഴുതപ്പെട്ട സുവിശേഷമാണ്. അതുകൊണ്ട് തന്നെ യേശുവിനെ വെളിപ്പെടുത്തുവാനായിട്ട് ഏറ്റവും നല്ല മാർഗം അവരുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഏറ്റവും എളുപ്പത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന രീതിയിലാണ് വിശുദ്ധ മർക്കോസ് സുവിശേഷകൻ തന്റെ സുവിശേഷം എഴുതിയിരിക്കുക. അതുകൊണ്ട് തന്നെ ആ സുവിശേഷത്തിൽ അത്ഭുതങ്ങളുടെ ഒരു പ്രളയം തന്നെ നമുക്ക് കാണുവാനായി സാധിക്കും. 1-ാം അധ്യായത്തിൽ മുതൽ തന്നെ അത്ഭുതങ്ങൾ ആരംഭിക്കുകയാണ്. പിശാചുബാധിതനെ പിശാച് ഒഴിപ്പിക്കുന്നു. ശിമയോന്റെ അമ്മായിയമ്മയെ സൗഖ്യപ്പെടുത്തുന്നു. കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്നു. ഈ 3 അത്ഭുതങ്ങളും ആദ്യ അധ്യായത്തിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നു. 2-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയാണ് ഇന്നത്തെ സുവിശേഷത്തിലെ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുന്ന അത്ഭുതം സംഭവിക്കുക. ദൈവം കഫർനഹൂമിലെ ഒരു ഭവനത്തിൽ എത്തിച്ചേരുന്നു. അവിടെ അവൻ വചനം പ്രസംഗിക്കുകയാണ്. ഒത്തിരിയേറെ പേർ അവരുടെ വചനം കേൾക്കുവാനായിട്ട് ആ ഭവനത്തിൽ തടിച്ചുകൂടിയിരിക്കുന്നു. വാതിൽക്കൽ പോലും നിൽക്കുവാൻ പറ്റാത്ത അവസ്ഥ. അവിടെയാണ് ഒരു തളർവാദ രോഗിയെ 4 പേർ എടുത്തുകൊണ്ട് വരിക. തീർച്ചയായും വാതിലൂടെ അകത്തേക്ക് കടത്തുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കാണും. സാധാരണഗതിയിൽ അങ്ങനെയാണ്. ഒരു ബസ്സിൽ കയറുന്നത് വരെ നമ്മൾ തിരക്ക് കൂട്ടും. കയറി കഴിഞ്ഞാൽ നമ്മുടെ തിരക്കെല്ലാം അവസാനിക്കും. പുറത്ത് നിൽക്കുന്നവരെ കുറിച്ച് സാധാരണഗതിയിൽ ബസ്സിലോ ട്രെയിനിലോ കയറുന്നവർ ചിന്തിക്കാറില്ല. അതുതന്നെ ഇവിടെയും സംഭവിക്കുകയാണ്. തീർച്ചയായും അവിടെ കൂടിയിരിക്കുന്നവരെക്കാളെല്ലാം ആവശ്യം ഈ തളർവാദ രോഗിക്കാണ്. അവരെ സൗഖ്യപ്പെടുത്തുവാനായി സാധിക്കും എന്ന ബോധ്യമാണ് തീർച്ചയായിട്ടും 4 പേർക്ക് അവരെ എടുത്തുകൊണ്ട് വരുവാനായിട്ട് പ്രേരണയായി മാറിയത്. എന്നാൽ അകത്തേക്ക് കടക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം കടത്തി വിടുകയില്ല എന്നത് തന്നെ. എന്നാൽ അവിടെ ഈ 4 പേർ തിരിച്ചു പോകുവാനല്ല തീരുമാനിക്കുക, മറിച്ച് അവന്റെ പക്കൽ എങ്ങനെയെങ്കിലും ഈ തളർവാദ രോഗിയെ എത്തിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചുറപ്പിക്കുകയാണ്. അതിനായിട്ട് ഒരേ ഒരു പോംവഴി മാത്രമാണ് അവരുടെ മുമ്പിൽ കാണുക. മേൽക്കൂര പൊളിക്കുക. മേൽക്കൂര പൊളിച്ച് യേശുവിന്റെ മുമ്പിൽ അവരെ ഇറക്കി കൊടുക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കുക. എത്രമാത്രം ആഴമായ അല്ലെങ്കിൽ എത്രമാത്രം ആത്മാർത്ഥതയുള്ള വിശ്വാസത്തിന്റെ ഉടമകളായിരുന്നു അവർ എന്ന് സുവിശേഷം രേഖപ്പെടുത്തുകയാണ്. അവരുടെ വിശ്വാസം കണ്ട് യേശു ആ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തി എന്ന്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. നമ്മുടെ പ്രശ്നങ്ങളായിരിക്കാം, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളായിരിക്കാം. ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ആത്മാർത്ഥതയോടുകൂടി തമ്പുരാന്റെ മുമ്പിൽ എത്തിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചാൽ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ദൈവിക ഇടപെടലുണ്ടാകും. മറ്റൊരു വിചിത്രതയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. തമ്പുരാന്റെ പക്കലേക്ക് എത്തിച്ചേരുവാനായിട്ട് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ. ഈ ഭാഗത്തെ ആസ്പദമാക്കി വിശുദ്ധ ജോൺ പറയുക ഇങ്ങനെയാണ്: ദൈവത്തിലേക്ക് നടക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ് തളർവാദമെന്ന്. ദൈവത്തിലേക്ക് നടക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ് തളർവാദമെന്ന്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തമ്പുരാനിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടമ്പകളും ഉണ്ടായിരുന്നു. എന്നാൽ തമ്പുരാനിൽ എത്തിച്ചേരുന്നതിന് ശേഷം, അത്ഭുതത്തിന് ശേഷം, അതായത് ഈശോ പറയുകയാണ്, നീ
കിടക്കയും എടുത്ത് ഭവനത്തിലേക്ക് നടന്നു നീക്കുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞ് അവിടെ അകത്തുണ്ടായിരുന്ന ജനമെല്ലാം വഴിയൊരുക്കി കൊടുക്കുകയാണ്. അകത്തേക്ക് വരുവാനായിട്ട് അവർ തടസ്സമായി നിന്നപ്പോൾ പുറത്തേക്ക് പോകുവാനായിട്ട് അവരെല്ലാവരും വഴിയൊരുക്കി വിസ്മയത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തി നിൽക്കുകയാണ്. തമ്പുരാനെ എത്തിച്ചേർന്ന തമ്പുരാനെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞ് ഉറപ്പുള്ള വിശ്വാസം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ആ ഉറപ്പുള്ള വിശ്വാസം ആ 4 പേരിൽ മാത്രമല്ല, മറിച്ച് ആ തളർവാദ രോഗിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരോട് പറയുകയാണ്, നീ കിടക്കയും എടുത്ത് നിന്റെ വീട്ടിലേക്ക് പോവുക എന്ന്. അവന്റെ വാക്കുകളിൽ വിശ്വസിച്ച് എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുകയാണ്. അവനുണ്ടായിരുന്നു ബോധ്യങ്ങൾ, അവനുണ്ടായിരുന്നു വിശ്വാസം. തീർച്ചയായും എങ്ങനെയെങ്കിലും എന്നെ യേശുവിനെ അടുത്തെത്തിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടതും അവൻ തന്നെ ആയിരിക്കും എന്ന നിഗമനത്തിലേക്കും നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ഈ ഉറപ്പുള്ള വിശ്വാസം സുവിശേഷത്തിൽ പലയിടങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. കാലകാലങ്ങളിലാണ് പരിശുദ്ധമായിരുന്നു, ഞാൻ വളർത്തിയ എന്റെ മകൻ ദൈവമാണ്, ഇവരെല്ലാം സാധ്യമാണ് എന്ന വിശ്വാസം. ശതാധിപനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറപ്പുണ്ടായിരുന്നു, തന്റെ വൃത്തിനെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് ഇവന് സാധിക്കും എന്ന വിശ്വാസം. ജയോസിനെ സംബന്ധിച്ചിടത്തോളം അവന് ഉറപ്പുണ്ടായിരുന്നു, ഇവന് സാധ്യമാകും എന്ന വിശ്വാസം. മനുഷ്യ മകളെ ഉയർപ്പിക്കുവാനായിട്ട് ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, ഉറപ്പുള്ള വിശ്വാസത്തിന് ഉടമകളായി തീരണമെന്ന്. അതോടൊപ്പം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, തമ്പുരാൻ കണ്ട വിശ്വാസം, ആ 4 പേരുടെയും വിശ്വാസം തമ്പുരാൻ കാണുകയാണ്. തളർവാദ രോഗിയുടെ വിശ്വാസം തമ്പുരാൻ കാണുകയാണ്. അവിടെ അവൻ പറയുകയാണ്, ഏതാണ് എളുപ്പം, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ്. തളർവാദ രോഗിയോട് നീ നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് പറയുന്നതാണ്. യേശു ആദ്യം പറഞ്ഞത് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്നാൽ അവൻ പറയുകയാണ്, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വിഷമകരമാണ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് പറയുന്നത്. കാരണം പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. അതിനെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ സാധ്യതമല്ല. എന്നാൽ നീ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അതിനെ വെരിഫൈ ചെയ്യാം. അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. കിടക്കയും എടുത്തവൻ എഴുന്നേറ്റ് നിൽക്കുന്നതിനായി തീർച്ചയായിട്ടും ഇവന്റെ വാക്കുകൾ അപ്രസക്തമാണ് എന്ന്, ഇവന്റെ വാക്കുകൾക്ക് ശക്തിയില്ല എന്ന് തെളിയിക്കപ്പെടുകയാണ്. ഈശോ പറയുകയാണ്, ആദ്യം പറഞ്ഞ ഞാൻ വാക്കുകൾ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ വാക്കുകൾ, അതിന് അർത്ഥവും മാനവും വിശ്വാസവും കൊടുക്കുവാനായിട്ട് ഞാൻ പറയുകയാണ്. നീ നിന്റെ കിടക്കയും എടുത്ത് നിന്റെ വീട്ടിലേക്ക് പോവുക. ദൈവത്തിന്റെ ശക്തി പ്രകടിതമാണ് എന്ന് ഈശോ വ്യക്തമാക്കി കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാനിൽ വിശ്വസിക്കണമെന്ന്. എന്താണ് വിശ്വാസം എന്ന് ഹെബ്രായരുടെ ലേഖനം 11-ാം അധ്യായം 1-ാം വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം. ഈ സുവിശേഷം അടിവരയിടുന്നതും അത് തന്നെയാണ്. ദൈവമുണ്ട്, ദൈവത്തിന് സാധ്യമാണ്. അതോടൊപ്പം തന്നെ യാക്കോബ് ശ്ലീഹ എഴുതുകയാണ്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് എന്ന്. ഈ 4 പേരും തളർവാദ രോഗി, അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അവരുടെ പ്രവൃത്തി കണ്ടിട്ടാണ് ഈശോ അത്ഭുതം പ്രവർത്തിച്ചത്. നമ്മൾ
നമ്മളുടെയും പ്രവൃത്തി വിശ്വാസത്തിന്റെ നിറവിലാക്കുവാനായിട്ട് ആത്മാർത്ഥതയുള്ളതാക്കി തീർക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പൂർത്തിയാക്കുവാൻ യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച വിശുദ്ധായി കൽപ്പനകൾ വിശ്വസ്തപൂർവ്വം ജീവിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യോഗ്യതപ്പെടുത്തപ്പെട്ട പരിശുദ്ധത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥമായി ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സഭാമക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായി നിന്നോട് ലഭിച്ച വിശ്വാസത്തിൽ വളരുവാനും സത്പ്രവർത്തികളാൽ നിന്നെ മാതപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധരുടെ സമൂഹം നമുക്കെല്ലാവർക്കും നമ്മെ നാമം പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പാപം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ തനിക്ക് വാസമുദ്രത്തിൽ നമ്മുടെ കരങ്ങളുടെയും പാപങ്ങളുടെയും കഴികളെട്ടേ. Yo
തമ്പുരാനിലേക്ക് നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. ആത്മാർത്ഥതയുള്ള പ്രവൃത്തിയുള്ള വിശ്വാസത്തിലേക്ക് വളരുവാൻ തമ്പുരാനെ ചായത്തി ചേരുവാൻ ആവശ്യമായ കൃപ അവരോട് യാചിക്കാം. അങ്ങയുടെ ആദ്യമായ ദൈവത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ വിഹാരബോധനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദാഹരണത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹാ വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിൽ മേൽ സുതകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏകദൈവമേ വിശ്വസിപ്പുമാർത്തരാ ഞങ്ങൾ അങ്ങയിൽ
കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നമുക്കെല്ലാവർക്കും കർത്താവ് വിശുദ്ധിയിലൂടെ കർത്താവിനെ പറയുകയും ആദ്യം പ്രവേശിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യപൂർവ്വം രക്ഷിക്കപ്പെടുന്നവരെ സുവിശേഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴിയും സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുറന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്രോതത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രയുടെ മധ്യവൻ കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മളുടെ സ്വർഗവാസികളായ പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങനെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോമേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു.
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും തന്നെ കാസയുമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി സിദ്ധപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദരിദ്രരും വേദനരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അവരുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയി എല്ലാ മനുഷ്യർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും
എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്നാണ് വിശ്വാസത്തോടു കൂടി അവർ വിളിച്ചപേക്ഷിക്കാം. സുഖസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അവിടെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ ജീവനെ കാരണമാണ്.
കഴിഞ്ഞ ഒരാഴ്ച 10,676 രൂപ, ഹിന്ദി കുർബാന 6,206 രൂപ, സെന്റ് അൽഫോൻസ സെബാസ്റ്റ്യൻ കുടുംബങ്ങളുടെ കാഴ്ചവർക്ക് 1,390 രൂപ, 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ അധ്യാപകർ 620 രൂപ, സെന്റ് തോമസ് കുടുംബയുടെ മാസത്തിൽ 5,800 രൂപ, സെന്റ് ആന്റണീസ് കുടുംബയുടെ മാസത്തിൽ 6,600 രൂപ, സെന്റ് സെബാസ്റ്റ്യൻ കുടുംബയുടെ മാസത്തിൽ 5,900 രൂപ. വിശുദ്ധമാക്കുന്ന ചികിത്സ സഹായ ഫണ്ട് നമ്മൾ കളക്ട് ചെയ്ത് വിൻസെന്റ് ഇപ്പോഴുടെ നേതൃത്വത്തിൽ കളക്ട് ചെയ്ത് 87,200 രൂപയും കളക്ഷനിലൂടെ 28,150 രൂപയും മൊത്തം 1,17,350 രൂപ കൊടുക്കുവാനായിട്ട് സാധിച്ചു. സംബന്ധിച്ച എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നാളെ തിങ്കളാഴ്ച രാവിലെ മടച്ചാപ്പലിലായിരിക്കും പ്രേക്ഷകരെ മടച്ചാപ്പലിലായിരിക്കും വിശുദ്ധ കുർബാന. അതിനെ തുടർന്ന് മടം വെച്ചിരിപ്പ്. ചൊവ്വാഴ്ച വിശുദ്ധ കുർബാന വൈകിട്ട് 6 മണിക്കായിരിക്കും. ബുധനാഴ്ച കുർബാനയ്ക്ക് മാറ്റമുണ്ടായിരിക്കുകയല്ല. സെന്റ് ജോസഫ് കുടുംബിയൂട്ട് 4 മണിക്ക് സിജോ ജേക്കബ് വടക്കന്റെ വസതിയിൽ വെച്ച് സമ്മേളിക്കുന്നു. ഈ കുർബാനയെ തുടർന്ന് 100 മുതൽ നിർമ്മിച്ച മാതാവ് ഉണ്ണീശോയെ കൈവരിക്കുന്ന രൂപം ലേലം വിളിച്ച് നൽകുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി താരം വാഴ്ത്തപ്പെടലാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. ദൈവം നിത്യസമാരാധ്യൻ ഭൂവിലയച്ചു തൻ സുധനെ ജോർദാൻ നദിയിൽ ത്രിത്വത്തിൻ ദിവ്യരഹസ്യം വെളിവാക്കി പാവന രക്തശരീരത്താൽ മാനവഭാവം നീക്കി മുതാ ദത്തവകാശം നൽകിയവൻ നിങ്ങൾക്കാശിസേകട്ടെ. നരരെ ദൈവിക സുഖരാക്കി സത്യത്തിൻ പരിപൂർണതയിൽ കാത്തു നയിക്കും റൂഹാദൻ ശക്തിയും അൻപും